ഹായ് ഹലോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്താടാ പൊട്ട കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചുകൊണ്ട് വന്നതെന്നായിരിക്കും ചിന്തിക്കുന്നത് അല്ലേ? വളരെ സിമ്പിൾ. നമ്മുടെ സിജോ ടാൾക്ക് ഒരു വീഡിയോ 2-3 ദിവസത്തിന് മുമ്പ് ചെയ്തിരുന്നു. അപ്പോൾ അതിനെ നമ്മൾ റിയാക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അതിനെ പ്രതികരിക്കണമെന്ന് പറഞ്ഞിട്ട് കുറേ പേര് നമ്മളോട് പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. സിജോ ഇടി വാങ്ങിയ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ബിഗ് ബോസിൽ പോയി ആദ്യം ഈ റോക്കി എന്ന് പറയുന്നവനെ എനിക്ക് പേഴ്സണലി ഇഷ്ടമൊന്നുമല്ല. പക്ഷേ സിജോ അന്നും ഇന്നും ചെയ്യുന്നതും എനിക്കിഷ്ടമല്ല. അതിന് കാരണം പറയാം. മറ്റുള്ളവരെ അഭിഹിതം പറഞ്ഞ് സിജോ ടാൾക്ക് എന്ന് പറയുന്നൊരു ചാനലിലൂടെ വളർന്നു വന്ന ഒരാളാണ് സിജോ. അകത്ത് പോയാൽ ഇയാൾ ടോക്സിക്കാണെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഇതിനെ അധികം പ്രോത്സാഹിപ്പിക്കാൻ എനിക്ക് ആദ്യം മുതലേ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ തുടർന്ന് സിജോ വീടിനകത്ത് പോകുന്നു. വളരെ ടോക്സിക്കായിട്ട് പെരുമാറുന്ന റോക്കിക്ക് നല്ല പിന്തുണ കൊടുക്കുന്നു. എന്നിട്ട് റോക്കി തന്നെ പ്രകോപിപ്പിച്ച് ദേഹത്തൊട്ട ഇടിക്കുമെന്ന് പറഞ്ഞു. നിങ്ങളും കേട്ടതാണ്. അപ്പോൾ ദേഹത്തൊട്ട ഇടിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം സിജ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കൂട്ടുകാരൻ തന്നെ നൻപൻ എന്ന് പറഞ്ഞുകൊണ്ട് പോയി തൊട്ടുകൊടുത്ത് നല്ല ഇടി വാങ്ങി. ഈ ഭാഗം പോയി ഒഴിഞ്ഞുപോയി. ഇവിടെ ഒരു പ്ലേറ്റൊക്കെ വെച്ചിട്ട് അളിയൻ തിരിച്ചു വന്ന് നന്മരം കളിച്ചു. പൊട്ടൻ എന്ന് പറഞ്ഞാൽ ലോക പൊട്ടൻ. കാര്യം ബിഗ് ബോസ് പോലുള്ള ഇൻ്റർനാഷണൽ ഷോയിൽ ഇത്രയും വല്ല ഇടിയും വാങ്ങി പ്ലേറ്റും വെച്ചുകൊണ്ട് വന്നിട്ട് അവനൊരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 1.5 കോടി രൂപ കിട്ടിയേനെ. ഇപ്പോൾ അതിൻ്റെ സങ്കടമാണ് സിജോ കരഞ്ഞു കിടക്കുന്നത്. സീരിയസ് ആയിട്ടും പറയുവാണ്. സിജോ ഇനി എത്ര നന്മമരം കളിച്ചാലും ഇപ്പോൾ വെളിയിൽ വന്ന് സിജോയുടെ വായിൽ നിന്ന് വീഴുന്ന കാര്യങ്ങൾ, സിജോ ഫേക്കാണ്, ബിഗ് ബോസിൽ പക്ക അഡാറ് ഫേക്കാണെന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ഇവിടെ. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ ചാനലിൽ പറഞ്ഞിരുന്നു, സിജോ ഈസ് എ നോട്ട് ഹീറോ, ഈസ് എ സീറോ. അയാളൊരു എന്താ പറയുന്നത്, അയാളൊരു അധ്യാപകനായിരുന്നിട്ട് പോലും അദ്ദേഹം ഇപ്പം വന്നിട്ട് പറയുന്നു റോക്കിക്ക് 50 അച്ഛനുണ്ടെന്ന്. എൻ്റെ പൊന്ന് സിജോ അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒരാൾക്കൊരു തന്തേ പറ്റൂ. ദിസ് ഇസ് എ ബയോളജിക്കലി അത് ഒരിക്കലേ പറ്റൂ. കാര്യം ഒരു ഭ്രൂണത്തിൽ നിന്ന് ഒരു കുട്ടി ഉണ്ടാവും, അല്ല 50 ഭ്രൂണമൊന്നും എടുത്തു വെച്ച് ഉണ്ടാകത്തില്ല. അപ്പോൾ സിജോ ഇതേ കണക്കുള്ള പൊട്ടത്തരങ്ങൾ പറയുമ്പോൾ സിജോയെ പോലൊരു കണ്ണാടി വെച്ചുകൊണ്ട് വന്നിരുന്ന് പൊട്ടത്തരം പറയുന്നത് ഞാനും വിചാരിച്ചു. സിജോ എരന്ന് വാങ്ങിയ അടിയാണെന്ന് ഇപ്പോൾ വേണമെങ്കിൽ ഒന്നും കൂടെ അടിവരായിട്ട് പറയാം. ഞാൻ അന്നും പറഞ്ഞിരുന്നു. കാര്യം സംഭവം സിജോയ്ക്ക് ഇടികിട്ടിയത് ദുഃഖമുണ്ട്. ഒരു രീതിയിൽ റോക്കി എന്ന് പറയുന്ന വ്യക്തിയുടെ ഇതും ഞാൻ ഇത് ചെയ്യുന്നില്ല. എന്നാലും റോക്കി അപ്പോളജി പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം വന്ന് റോക്കിയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരെ അപകീർത്തിപരമായിട്ട് സിജോ സംസാരിക്കുന്നു. ഇടികിട്ടിയതിൻ്റെ വിഷമം നല്ലപോലെ ഉണ്ട്. കാര്യം വേദന ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെന്ന് തോന്നുന്നു. വരുന്നുണ്ടല്ലേ സിജോ? ചെയ്യുമ്പോൾ ഒരുപാട് പേർക്കെതിരെ നീ ചെയ്ത് വെച്ചത് എത്ര കേസിലാണ് നീ ഇപ്പോഴും ഇത് പറയുന്നത് സിജോ? നീ മറക്കരുത്. ചെയ്തു വെച്ച പാപം തിരിച്ചു വരും സിജോ. ദിസ് ഇസ് എ കർമ്മ. അങ്ങനെ ഞാൻ പറയത്തില്ല കേട്ടോ. ഞാനൊരു വിശ്വാസിയൊന്നും അല്ലാത്തതുകൊണ്ട് കർമ്മയിലൊന്നും വിശ്വസിക്കുന്നില്ല. പക്ഷേ ഒരു പ്രകൃതി നിയമമുണ്ട്. നമ്മൾ ചെയ്തത് നമുക്ക് തിരിച്ചു വരും. നീ ആ ബിഗ് ബോസിൽ കയറിയ ആ ദിവസം മുതൽ നീ അതിനകത്ത് പലരോടും ടോക്സിക്കായിട്ടുള്ള രീതിയിൽ ഇവനെ ഇളക്കി വിട്ട് നീ പരിപാടി ചെയ്തു. ലാസ്റ്റിൽ നീ വളർത്തിയ പാമ്പ് നിന്നെ കൊത്തി. ഇതാണ് സംഭവിച്ചത്. വെരി സിമ്പിളായിട്ട് ബിഗ് ബോസ് കണ്ട എല്ലാവർക്കും അറിയാവുന്ന തീർത്തും സത്യമായ ഒരു കാര്യം. സിജോ, നീ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് നീ അനുഭവിക്കുന്നത്. നീ അത്രയും ദിവസവും റോക്കി എന്ന് പറയുന്ന വ്യക്തിക്ക് കൊടുത്ത പിന്തുണ, അവൻ ആരെ എന്തും പറയാം, എടി ഓടി ചവിട്ടാൻ പോകുന്നു, എല്ലാം കർമ്മ കിട്ടിയോ സിജോ? ദിസ് ഇസ് എ റൈറ്റ് ടൈം. മനസ്സിലാക്കുക. ഇനിയെങ്കിലും മൂവ് ഓൺ ചെയ്യുക. ഐ ആം സിജോ എന്നല്ല, യു ആർ മണ്ടൻ. അതാണ് സത്യം സിജോ. നീ ഇപ്പം നീ അവരുടെ വീട്ടുകാരെ പറയുന്നതും അവരുടെ സിജോയുടെ സ്ഥാപനത്തിൽ അല്ല റോക്കിയുടെ സ്ഥാപനത്തിൽ ഇരിക്കുന്നവരെ പറയുന്നതും തന്തയില്ലായ്മ. ദാറ്റ്സ് എ റൈറ്റ്. എന്തിനാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ കാണിക്കുന്നത്? നീ നന്മപരമായിട്ട് അതിനകത്ത് നീ അട്ടാതെ ഫേക്കാണെന്ന് വെളിയിൽ വന്ന് നിനക്ക് വേദന വരുമ്പോഴെല്ലാം ഈ പുള്ളിയെ വിളിച്ചങ്ങോട്ട് തെറി പറയുക. അവൻ നിന്നോട് അപ്പോളജി പറഞ്ഞു. അതേ പറ്റൂ, അതിനപ്പുറമൊന്നും പറ്റത്തില്ല. നീ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം ആ ഷോയിൽ വെച്ച് നീ നിൻ്റെ യഥാർത്ഥ സ്വഭാവം കാണിച്ചാൽ മതിയായിരുന്നു. എനിക്ക് പരാതിയുണ്ട്. പരാതിയായിട്ട് പോരുന്നെങ്കിൽ കോടികൾ കിട്ടിയേനെ. നീ 50 ലക്ഷം ഫ്ലാറ്റിന് വേണ്ടിയും
അതേ കണക്ക് ഈ പറയുന്ന എന്താ പറയുന്നത് ആളാരവങ്ങൾ വെളിയിലിറങ്ങുമ്പോൾ രായാഭാവം എന്ന് ഒക്കെ വിചാരിച്ച് നിൻ്റെ ഫേക്ക് കുറച്ച് 4 PR വെച്ച് മാത്രം രായാഭാവത്തിലൊന്നും നിന്നെ കൊണ്ട് മനസ്സിലാക്കി തന്ന ഒരു ഷോയാണ് ഇത്. നീ ഇതിനകത്തുനിന്ന് PR കൊടുത്ത് പോയി എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതിനുവേണ്ടി ആരെല്ലാം പിന്നിൽ നിന്നെന്നും ഒക്കെ അറിയാം. അപ്പം നിൻ്റെ ആ ഒരു ഇത് എന്നിട്ട് അകത്ത് പോയിട്ട് ഞാൻ സ്വയം രാജാവാണ്, അല്പൻ എന്ന് പറയുന്ന കണക്ക് എൻ്റെ പുറകിൽ ലക്ഷങ്ങളുണ്ട് എന്നൊക്കെ അങ്ങ് പ്രഖ്യാപിക്കുവാണ്. ബിഗ് ബോസിൽ ആരും ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. സ്വയം രാജാവെന്ന് പ്രഖ്യാപിച്ചവരല്ല, ജനങ്ങൾ രാജാവാക്കിയവരാണ് ബിഗ് ബോസിൻ്റെ ചരിത്രത്തിലെ രാജാക്കന്മാർ. അതാരോ ആയിക്കോട്ടെ, അവരാണ് രാജാക്കന്മാർ. മനസ്സിലായില്ലേ? ഇവിടെ വളരെ മോശം പറഞ്ഞ് ഇപ്പം ജാസ്മിനും ദിൽഷയൊക്കെ സ്റ്റാറുകളായിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായിട്ട് അവർ നിലപാടിൽ നിന്നു. അവരെന്ത് നിലപാടിൽ നിന്നോ അവിടെ ഉറച്ചു നിന്നു. അവരെയൊക്കെ ആരാധിക്കുന്ന ആൾക്കാരുണ്ട്. സിജോയെ ആരാധിക്കുക ഒരു പട്ടിയും വരില്ല. സിജോയ്ക്ക് 4 പേര് പിന്തുണയ്ക്കുന്നുണ്ട്. ആ PR അന്ന് എന്താ പറയുക സങ്കടം തോന്നിയ കുറച്ച് അഭിഹിതകാംക്ഷികൾ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നതിനപ്പുറം റോക്ക് ചെയ്തല്ലൊരു ശരിയുണ്ട്. അവനവൻ്റെ സ്പേസ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അത് ബിഗ് ബോസിലായാലും എവിടെ ആയാലും. അതായത് നമ്മുടെ പ്രൈവറ്റ് പ്ലേസിലേക്ക് ഒരാളും കടന്നു കയറാനുള്ള അവകാശമില്ല. നിൻ്റെ അവകാശം മറ്റൊരുത്തൻ്റെ മൂക്കിന് തുമ്പ് വരെ മാത്രമേ ഉള്ളെന്ന് നമ്മുടെ നിയമമാണ്. അതാണ് സിജോ തെറ്റിച്ച് ഇടി വാങ്ങിയത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.